ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൽഎസ് നേച്ചർ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല പച്ച മാങ്ങ വെച്ചിട്ട് ഒരു മാങ്ങ പച്ചടി തയ്യാറാക്കിയാലോ? പച്ചടി തയ്യാറാക്കാനായിട്ട് ഞാൻ 2 നല്ല പച്ച മാങ്ങ എടുത്തിട്ടുണ്ട്. ഈ മാങ്ങ നല്ല മൂത്തിട്ടുള്ള മാങ്ങയാണ്. ഇതധികം പുളി ഇല്ലാത്ത തരത്തിലുള്ള ഒരു മാങ്ങയാണ്. പച്ചടി തയ്യാറാക്കാൻ നമുക്ക് അധികം പുളിയില്ലാത്ത മാങ്ങയാണ് വേണ്ടത്. ഇത് നമുക്കൊന്ന് തൊലി ചെത്തി കട്ട് ചെയ്തെടുക്കാം. കണ്ട, നല്ല മൂത്ത മാങ്ങയാണ്. ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കട്ടെ. ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് അമ്മ തയ്യാറാക്കുന്ന ഈ മാങ്ങാപ്പച്ചടിയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. അന്ന് ഈ കറിക്ക് മാങ്ങാപ്പച്ചടി എന്നൊന്നല്ല അമ്മ പറയുക. അമ്മ മാങ്ങക്കറി എന്നാ പറയാറുള്ളൂ. പിന്നീടാണ് ഞാനൊക്കെ വലുതായതിന് ശേഷമാണ് ഇത് മാങ്ങാപ്പച്ചടിയാണ് എന്നൊക്കെ മനസ്സിലായത്. അമ്മ അന്ന് തയ്യാറാക്കിയിരുന്ന ആ കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. കണ്ട, മാങ്ങ ഞാൻ തൊലി ചെത്തി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കട്ട് ചെയ്യുന്നത് ഇതുപോലെ ഇങ്ങനെ കൊത്തി കൊത്തി നുറുക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുക. എന്നാൽ ചെറിയ പീസായിട്ട് എടുക്കണം. എന്നാൽ ഒരു ചെറിയ കഷ്ണങ്ങൾ ഇങ്ങനെ കടിക്കാനും കിട്ടണം. ആ തരത്തിൽ നമുക്കിത് കൊത്തി അരിഞ്ഞെടുക്കാം. ഇതേപോലെ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഗ്രേറ്ററിലൊക്കെ ഇട്ടിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ തിരിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് ചെറിയ പീസുകളായിട്ട് നമുക്ക് കിട്ടും. കണ്ട, ഇതേപോലെ ചെറിയ പീസുകളായിട്ടപ്പോൾ കിട്ടും. എന്നാൽ ഇതിലൊരു ചില കഷ്ണങ്ങൾ ഇങ്ങനെ വലുതായി കിടന്നാൽ അതൊന്ന് കടിക്കാനും നമുക്ക് കിട്ടും. ഇതേപോലെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കണ്ട, ചെറിയ പീസുകളായിട്ട് ഇതേപോലെ കിടക്കും. അതിൻ്റെ ഇടയിൽ ഒരു വലിയ പീസുകളും കിട്ടുന്നത് നമുക്കത് ഇടയ്ക്കൊന്ന് കടിക്കാനും കിട്ടും. ഞാനിതെല്ലാതും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഒരു മാങ്ങ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട, 2 മാങ്ങ ഞാൻ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചില പീസുകളൊക്കെ ഇതുപോലെ വലിയ കഷ്ണങ്ങളായി എടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ചെറിയ പീസാക്കി ഇടാം. കണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ കട്ട് ചെയ്തിടാൻ പറ്റും. ഇതേപോലെ ഒന്ന് കൊത്തി അരിഞ്ഞെടുത്താൽ മതി. ഇനി നമുക്ക് ഈ മാങ്ങ പച്ചടിക്ക് ആവശ്യമായിട്ട് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ട, കനം കുറച്ചൊന്ന് ചെരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. രണ്ട് മാങ്ങ എടുത്തിട്ടുള്ള കാരണമുണ്ട് ഞാൻ 2 പച്ചമുളക് എടുത്തിരിക്കുന്നത്. ഒരു മാങ്ങ എടുക്കണുള്ളൂ എങ്കിൽ ഒരു പച്ചമുളക്, വലിയ പച്ചമുളക് ഒരെണ്ണം എടുത്താൽ മതി. ഇതേപോലെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്.
ഇതേപോലെ ഒരു കഷ്ണം ഇഞ്ചി കൂടി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് ഇതിലിട്ട് കൊടുക്കാം. എന്താ 5-6 അല്ലി ചുവന്നുള്ളി ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തത്. ഇനി നമുക്കൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് മാങ്ങ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇതേപോലെയുള്ള സ്പൂണിൽ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണിത്. അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ മാങ്ങ വേവാനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്തേക്ക് വെച്ചെടുക്കാം. ഈ കറി അടുപ്പിൽ വെച്ചെടുക്കാം. എന്നിട്ട് ഈ മാങ്ങ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ആ മാങ്ങ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും 1 കപ്പ് നാളികേരം ചെറുകിയതാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 മാങ്ങ എടുത്തിട്ടുള്ള കാര്യം കൊണ്ടാണ് ഞാൻ 1 കപ്പ് നാളികേരം എടുത്തിരിക്കുന്നത്. 1 മാങ്ങ ഉള്ളെങ്കിൽ 1/2 കപ്പ് നാളികേരം മതിയാവും. നല്ല പച്ച നാളികേരമാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ പച്ച കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1/4 സ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം. ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. കണ്ട ഈ നാളികേരം ഞാൻ നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കറിയുടെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ഈ പച്ചക്കടുക് തന്നെയാണ്. ഈ പച്ചക്കടുക് അരയ്ക്കുന്നത് കൊണ്ടാണ് ഇതിനെ പച്ചടി എന്ന് പറയുന്നത്. പഴയ കാലത്ത് അമ്മയ്ക്കൊന്നും അതറിയില്ലല്ലോ. അമ്മയൊക്കെ മാങ്ങക്കറി എന്നാണ് പറഞ്ഞിരുന്നത്. വളരെ ടേസ്റ്റുള്ളൊരു കറിയാണിത്. നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് മാങ്ങയൊന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മാങ്ങ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
പിന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒഴിക്കുക. ഈ സമയത്ത് നമുക്ക് കറിയിൽ ഉപ്പ് ഒന്ന് നോക്കാം. ഉപ്പ് പോരാന്ന് തോന്നുന്നെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊരു കുറച്ചൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കറിക്ക് കുറച്ചും കൂടി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ സമയത്ത് ഗ്യാസ് സ്ലോയിലാണ് വെച്ചിരുന്നത്. നമുക്കൊന്നൊന്ന് കൂട്ടി വെച്ചെടുക്കാം. ഒന്ന് തിളവട്ടെ. തിളച്ച് നാളികേരത്തിൻ്റെ ഒരു പച്ചക്കുത്തൊന്ന് മാറുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം. കണ്ട, നല്ല ടേസ്റ്റുള്ള മാങ്ങക്കറിയാണിത്. മാങ്ങയ്ക്ക് കുറച്ച് പുളിയുണ്ട്, എന്നാൽ അധികം പുളിയും ഇല്ലാത്ത തരത്തിലുള്ള മാങ്ങയാണ് ഈ കറി വെക്കാനായിട്ട് നമുക്ക് എടുക്കേണ്ടത്. തീരെ പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ നമുക്കിതിലേക്ക് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. മാങ്ങയ്ക്ക് അത്യാവശ്യം ചെറുതായിട്ട് പുളിയുണ്ട്, നല്ല മൂത്ത മാങ്ങയുമാണ്. നല്ല ടേസ്റ്റുള്ള മാങ്ങക്കറിയാണിത്. നമ്മുടെ മാങ്ങക്കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡിയായി. കണ്ട, ഈ കറി നമുക്ക് ഈ അടുപ്പുമെന്ന് മാറ്റാം. കണ്ടത് ചട്ടിയിലിരുന്ന് തന്നെ ഒന്ന് തിളച്ചൊന്ന് കുറുകി വരും. ഇനി ഈ പച്ചടിയിലൊന്ന് താളിച്ച് കൊടുക്കണം. അതിനായിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് ഈ ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരട്ടെ. ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 5 ചുവന്നുള്ളി കട്ട് ചെയ്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരട്ടെ. ഉള്ളി മൂത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3 ഉണക്കമുളക് കട്ട് ചെയ്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട വഴിക്ക് തന്നെ ഉണക്കമുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണക്കമുളക് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഉള്ളി മൂത്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളിയും മുളകും കറിവേപ്പിലയും കടുകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാതും നമ്മുടെ മാങ്ങ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. വേണ്ട, ഇത് നമുക്ക് മാങ്ങ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
കുറച്ച് നേരം നമുക്ക് അടച്ചു വയ്ക്കാം. നമ്മുടെ മാങ്ങാ പച്ചടി ഇവിടെ റെഡിയായി. ഇത് പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ മാങ്ങാ സീസൺ ആയി കഴിഞ്ഞാൽ അമ്മ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. ഈ കറി ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട ഒരു കറിയാണ്. ഈ കറി നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും, ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.